സ്വയം വലിയവരെന്ന് ഭാവിക്കുന്ന ആളുകൾ മിക്കവാറും അവരുടെ കഴിവുകളിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കും. അതുകൊണ്ട് അവരെ അഹങ്കാരികളെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചിലരുടെ വാക്കുകളും പ്രവൃത്തികളും നമുക്കിഷ്ടമല്ലെങ്കിലും ഇഷ്ടക്കേട് കാണിക്കാതെ മറുത്തൊന്നും പറയാതെ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. സ്വപ്നം പോലെ മനോഹരമായ ഒരു ജീവിതം വേണമെങ്കിൽ അത് സ്വപ്നത്തിൽ മാത്രമേ സാധ്യമാകൂ. നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. മറ്റാരും അതിന് നിങ്ങൾ കൽപ്പിക്കുന്ന വില നൽകുമെന്ന് വിചാരിക്കുകയേ അരുത്. അവഗണിക്കുന്നവരെ ഒഴിവാക്കുകയും പരിഗണിക്കുന്നവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുക. ജീവിതം ലളിതവും സുന്ദരവുമാകും. ചിന്തകൾ നല്ലതാകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സ്ഥിരതയും മനോഹാരിതയും ഉണ്ടാവുന്നു. സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴുമാണ് നിങ്ങളുടെ ഹൃദയം ഭംഗിയും സുഗന്ധവും നിറഞ്ഞ ഒരു മലർവനം പോലും മനോഹരമാകുന്നത്. കാണാതെയും കേൾക്കാതെയും അറിയാതെയും ഇരിക്കുമ്പോഴും ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ മിന്നിമറയുന്നുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ആത്മമിത്രം. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നാം ഇതുവരെ അറിഞ്ഞതും ഇനി അറിയാനിരിക്കുന്നതും. ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയിട്ടും നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും ചില മോഹങ്ങൾ കരിമൂടിയ കനലായി മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾ കാരണം ചോദിക്കരുത്. ചോദിച്ചാൽ ഒരിക്കലും അവർ സത്യം പറയില്ല. തുടക്കത്തിൽ നിങ്ങളുടെ പ്രയത്നങ്ങളെ അവഗണിച്ചവർ വിജയത്തോടടുക്കുമ്പോൾ ആശംസകളുമായി വന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ താൽപ്പര്യം കാണിക്കും. ആർക്കും ആരെയും ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും കൂടുതൽ സ്നേഹം കൂടുതൽ സംശയത്തിനും കാരണമാകുന്നു.